വർഷങ്ങൾക്ക് മുമ്പ് മേപ്പാടം തിരുമേനിയുടെ താന്ത്രിക വിധി പ്രകാരം തെക്കിനിയിൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയ നാഗവല്ലി ഉറങ്ങുന്ന മാടമ്പള്ളി തറവാട്. കുട്ടനാട് നിന്നും വെക്കേഷനും നകുലനും ഗംഗയും ഇവിടേക്ക് കടന്നു വരുന്നു. പണ്ട് എന്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛന്റെ കയ്യിൽ വെട്ടിപ്പിടിച്ച തറവാടായത്. അപ്പോൾ നകുലേട്ടന്റെ അച്ഛൻ ഒന്നും വെട്ടിപ്പിടിച്ചില്ലേ? ഇല്ല, ഈ സമയം എന്റെ അച്ഛൻ വീട്ടിൽ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. നകുലേട്ടാ, ഈ തറവാടിന് തറവാടുകളൊന്നുമില്ലേ? ഇല്ല, പേടിക്കണ്ട, എന്റെ പൊന്നുമോൾ ഇവിടെ കാലെടുത്ത് കുത്തിയില്ലേ, ഇനിയിപ്പോ ഈ തറവാട് തന്നെ കുളവായിക്കോളും. നകുലേട്ടാ, ആ താക്കോലിന് തരൂ, ഞാൻ ഈ മുറിയെല്ലാം ഒന്ന് തുറന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സൂക്ഷിക്കണം, ഇത് പഴയ വീടാണ്. വല്ല തുരുമ്പോ ആണിയും കൊണ്ട് നിന്റെ കാല് സെറ്റിട്ടാകും. അല്ല, സെറ്റിക്കാവും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വന്നെന്ന് ഞാൻ അറിഞ്ഞു. കൂടെ വരുമെന്ന് പറഞ്ഞ ആ തോട് വന്നില്ലേ? തോടും അല്ല, ആറല്ല, കനാല്. കനാലോ? ഒരു നദിയുണ്ടല്ലോ. എന്റെ ഭാര്യയാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ ഗംഗ. ഏതോ പുഴയുടെ പേരാണ് ഓർമ്മയുണ്ട്. ഏതാണ് നിങ്ങൾ മറന്നുപോയി. അവള് തറവാടിനകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കയറി. തറവാട്ടിൽ കയറുന്നത് കൊള്ളാം. ആ തെക്കിനിയുടെ അറ്റത്തേക്കൊന്നും പോകരുത്. ഭേദവാദമുള്ള സ്ഥലമാ. ആണോ? പിന്നല്ലാതെ ഇന്നലെ തന്നെ ഞാൻ ഉമ്മറത്തിൽ എന്റെ കസാര കിടക്കുന്നത് കണ്ട് അകത്തോട്ട് കയറിയതാ. തിരിച്ചറിഞ്ഞു വന്നപ്പോ അപ്രത്യക്ഷമായിരിക്കണു കസാര. അത് അപ്രത്യക്ഷമായതൊന്നും അല്ല. ഇൻസ്റ്റാൾമെന്റിന് കസാര വാങ്ങിച്ച് കാശ് കൊടുത്തില്ലെങ്കിൽ അവർ വന്നെടുത്തോണ്ട് പോകും. ആവശ്യമില്ലാതെ പറയാതെ. എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണ്ട. ഞങ്ങൾ കുടുംബസമേതം നിങ്ങളോടൊപ്പം താമസത്തിലുണ്ട്. കയറി വരിക. എത്ര നാളായി കണ്ടിട്ട്? വീടിന് സൗകര്യക്കുറവൊന്നുമില്ലല്ലോ. ആ രാഘവനോട് ഇവിടെ വന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞതാ. അവനിവിടെ വന്ന് ഒളിച്ചിരുന്ന് പെയിന്റ് അടിക്കുന്നതല്ലാതെ പെയിന്റ് അടി നടക്കുന്നില്ല. ശ്രീദേവി ഇപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനെ സഹായിക്കുന്നു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പ. എന്താ അവിടെ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. അവിടെ പൂട്ടിക്കിടന്ന തെക്കിനിയിലൊന്ന് കയറി. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് നിലത്ത് വീണു. ആ മുറിയിലേതാ ഒരു നർത്തകിയുടെ ഫോട്ടോ. ശിവ, ഈ പെങ്കുച്ചു പോയി അത് തുറന്നു. മേൽപ്പാട് നമ്പൂതിരി 18 തിരുമേനിമാരെ കൊണ്ടുവന്നു. 41 ദിവസം മൂക്കുമുട്ട ശാപാലടിച്ച് മന്ത്രത്തകര കൊണ്ട് നാഗവല്ലി ആവാഹിച്ച് ബന്ധിച്ചിരിക്കുന്ന മുറിയാ. അതാ കുട്ടി ചെന്ന് തുറന്നിരിക്കുന്നത്. ഇനിയിപ്പൊ എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ ഇവിടെ നടക്കണത്. കണ്ടില്ലേ, തൊട്ടി കിണറ്റി വീണു. ജനാലയുടെ ഗ്ലാസ് തന്നെ പൊട്ടുന്നു. നോക്ക്, ആ ക്ലോക്കിന്റെ സൂചി ഓടുന്നില്ല. അത് ക്ലോക്കിൽ ബാറ്ററി ഇല്ലാത്തോണ്ടാ. ഇതെന്താ? കുട്ടി ആരെങ്കിലും കിടച്ചത്? കണ്ടില്ലേ അനർത്ഥങ്ങൾ? ഞാൻ പറഞ്ഞിട്ടൊന്നും വിശ്വാസമായില്ലല്ലോ. ഇനി എന്തെല്ലാം കാണണം. ശിവ.
ഹലോ മണ്ണാൻ കട്ട ഇനി അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്തായാലും സണ്ണിയെ വിളിച്ചേക്കാം. ഹലോ സണ്ണി, നീ എവിടാ? ശബരിമലയിൽ നിന്ന് വരുന്ന വഴിയാണോ? നീ അത്യാവശ്യമായി എന്റെ തറവാട് വരെ ഒന്ന് വരണം. പിന്നെ അത്യാവശ്യം ഉണ്ടെന്ന് കരുതി അരവടം മേടിക്കാൻ മറക്കണ്ട. പിന്നെ ഞാൻ വിളിച്ചത് എന്റെ തറവാട്ടിൽ ഭയങ്കരമായ പ്രേതശല്യം. എന്തായാലും നീ ഇവിടെ വന്നേ പറ്റൂ. ഓക്കെ സണ്ണി. സണ്ണി വരും, അവനെ വരുത്തും ഞാൻ. തമിഴത്തി വേണ്ട, എന്നോട് കളിക്കരുത്. ഞാൻ മോശക്കാരനെങ്കിൽ മോശക്കാരനാണ്, ഞാൻ കുത്തും. എന്റെ അമ്മ എന്നോട് കളിക്കരുത്, കളിച്ചാൽ ഞാൻ കുത്തും. ഈശ്വര, അവിടെ ആരുമില്ലയോ? തമിഴത്തി കളിക്കണ്ടെന്നാ പറഞ്ഞത്. അയ്യോ പ്രേതം, പ്രേതം. എന്താ 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 ഇവിടെ? പ്രേതം അല്ല, ഇതാണ് ഞാൻ പറഞ്ഞ സണ്ണി. സണ്ണിയോ? അല്ല, സൈക്കാട്രിസ്റ്റ് സണ്ണി. സണ്ണി സൈക്കാട്രിസ്റ്റ് സണ്ണി. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് എന്റെ ചോറ്റുപാത്രത്തിൽ കൈപോലും കഴിവാതെ കൈയിട്ട് ചോറ് വരെ തിന്നുന്ന നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോടാ? മതിയടാ, എനിക്ക് സന്തോഷമാണ്. എനിക്കറിയാം നീ വരുമെന്ന്. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. സണ്ണി, നീ പറ, പ്രേതമുണ്ടോ? ഒരു വീട്ടിലോട്ട് കയറി വന്നിട്ട് ഞാൻ വല്ലതും